ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പേരയ്ക്ക വെച്ചിട്ട് ജാമാണ്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ നിറച്ച് പേരയ്ക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പേരയ്ക്ക വെച്ചൊരു ജാം ഉണ്ടാക്കിയാലോ എന്ന്. ആക്ച്വലി നമ്മുടെ പേരയ്ക്ക പോലെ തന്നെ ടേസ്റ്റിയാണ് ഈ പേരയ്ക്ക ജാമും. കാണുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡാണ് ഇതിനുള്ളത്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് നാടൻ പേരയ്ക്കയാണ്. ഞങ്ങളുടെ വീട്ടിൽ ബൾബ് പേരയ്ക്ക എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ നിറച്ച് പേരയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പേരയ്ക്ക വെച്ച് തന്നെ നമുക്കൊരു റെസിപ്പി തയ്യാറാക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനൊരു ബൾബിൻ്റെ ഷേപ്പാണ്. അതുപോലെ ഒരുപാട് പഴുത്തിട്ടുള്ള പേരയ്ക്കയല്ല മുഴുവനും ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ പച്ച പേരയ്ക്കയും പാടില്ല. നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള മൂപ്പാവുന്ന സമയത്ത് നമുക്ക് ഇത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ജാമൊക്കെ തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ ചെറുതായിട്ട് പഴുത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് പഴുക്കാത്തതായിട്ടുള്ള പേരയ്ക്കയുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള പേരയ്ക്കയാണ് ഇത്. ഇതിൻ്റെ കുരു ഒന്നും തന്നെ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ കുരു റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്ര പെട്ടെന്നൊന്നും അതിൻ്റെ കുരു നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെറിയ പീസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പീലർ വെച്ചിട്ട് സ്കിന്നെല്ലാം റിമൂവ് ചെയ്തതാണ്. നമുക്ക് എപ്പോഴും നല്ലത് സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ അതിൻ്റെ സ്കിന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും മുഴുവനായിട്ട് നമുക്കത് വേണ്ട. ഞാൻ കുക്കറിലേക്കാണ് ഈ പേരയ്ക്ക മുറിച്ചതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പേരയ്ക്കയും ചെറിയ പീസായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഒരുപാട് ചെറുതല്ല, ഒരു 3-4 കഷ്ണമായിട്ട് നുറുക്കിയിട്ടാണ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വേണ്ട, 1/4 കപ്പ് വെള്ളം മതി. ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം മതിയായിരിക്കും ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതാ ഞാനിവിടെ 2 വിസിൽ കേൾക്കുന്നത് വരെ ഞാൻ നമ്മുടെ പേരയ്ക്ക കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു 1 കിലോളം നമ്മുടെ പേരയ്ക്ക ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പേരയ്ക്ക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക, ഇത് വെറുതെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് നമ്മൾ എന്തായാലും മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഉടച്ച് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലോണം വെന്താൽ മാത്രമാണ് ഇത് നമുക്ക് അരയ്ക്കുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ അരച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പേരയ്ക്ക വേവിച്ചത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും. ഇനി നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കണം. നമ്മുടെ അരിപ്പയ്ക്കകത്ത് പെട്ടെന്നൊന്നും ഇത് വരില്ല. അതുകൊണ്ടാണ് ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് അമർത്തി അതിലെ പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഇതിൻ്റെ കുരു അങ്ങനെ അടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ട, കാരണം ജാം കഴിക്കുമ്പോൾ ഒരുപാട് കടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തതിൽ ചെറുതായിട്ട് കുരു നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ട് നമ്മുടെ പൾപ്പിലേക്ക് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് ചെറിയൊരു ടേസ്റ്റിന് നല്ലതാണ്. പക്ഷേ ഇതുപോലത്തെ കുരുവൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുവാണ്. നമുക്ക് ഈ പൾപ്പ് മാത്രം മതി. ഞാൻ ഈ ഒരു പൾപ്പ് നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നമുക്ക് കുറച്ച് കൂടുതലും കുറവൊക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ പേരയ്ക്കയ്ക്ക് ചെറിയൊരു പുളിപ്പ് രസമുണ്ട്. അപ്പോൾ നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസം നമുക്ക് അതിനകത്ത് കിട്ടും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പുളിപ്പ് രസമുള്ളത് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, നല്ല മധുരത്തിന് കിട്ടണമെങ്കിൽ. ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കരയാമ്പൂവും 2 ചെറിയ പീസ് കറുവാപ്പട്ടയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം.
ഞാൻ ഇവിടെ നന്നായിട്ട് നമ്മുടെ പേരയ്ക്ക നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിലൊന്നും പിടിക്കരുത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഈ പൾപ്പ് തയ്യാറാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റി വരും. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലോണം വറ്റി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ പഞ്ചസാരയും അതുപോലെ പട്ടയും അതുപോലെ തന്നെ കരയാമ്പും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും മാറ്റി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏലക്കയും കൂടി ചേർക്കണമെങ്കിൽ ഒരു ഏലക്കയും കൂടി ഇതിൻ്റെ കൂടെ പൊടിച്ച് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം പൊടിച്ചെടുക്കണം. കാരണം നമ്മുടെ സ്പൈസസ് ഒന്നും കടിക്കാൻ കിട്ടരുത്. കാരണം അപ്പോൾ ജാമിന് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി പോവും. അതുകൊണ്ടാണ് ഫൈനായിട്ട് തന്നെ പൊടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ജാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്പാച്ചിലേയിൽ നിന്ന് നമ്മൾ കോരിയെടുക്കുമ്പോൾ താഴേക്ക് വീഴാത്ത ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ആണ് ഇത് ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കട്ടിയായിട്ടാണ് പൾപ്പ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് ഒരുപാട് നേരം വേണ്ട ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജാമിൻ്റെ പ്രൊസീജിയർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ കട്ടിയുള്ള പൾപ്പായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്പാച്ചിലയിൽ നിന്ന് ഇതൊട്ടും തന്നെ താഴേക്ക് വീഴാത്തൊരു പരുവാണ്. ഞാൻ കുടയുമ്പോൾ മാത്രമാണ് താഴേക്ക് വീഴുള്ളൂ. നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ അതങ്ങനെ തന്നെ ആ സ്പാച്ചിലയിൽ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജാമിൻ്റെ പരുവം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഹൽവയുടെ കട്ടിയൊന്നും വേണ്ട. ചിലവർ കുറച്ച് കൂടുതൽ നേരം ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇത് അലുവ ടെക്സ്ചറിലായിപ്പോവും. നമുക്ക് അത്രയും കട്ടി വേണ്ട. ഇത് നമുക്ക് ഒരു ചെറിയ തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുതിർന്നൊന്നും പോവാത്ത രീതിയിൽ, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ നമ്മുടെ ആ ഒരു പേരയ്ക്കയുടെ മിക്സ് അലിഞ്ഞു പോവാത്ത ഒരു രീതിയിലേക്ക് ആയി കിട്ടും. അതാണ് നമ്മുടെ ജാമിൻ്റെ പരുവം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം വെള്ളം വറ്റിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുക്കായി വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഒരുപാട് മുറുകി പോകാൻ പാടില്ല. നമുക്ക് ജാം കുക്കായോ എന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു ബൗളിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ജാമിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഈ ഒരു ബൗളൊന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വെള്ളത്തിലേക്ക് ഒട്ടും തന്നെ നമ്മുടെ ജാം അലിയുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒട്ടും തന്നെ നമ്മുടെ ജാം അത് വെള്ളത്തിലേക്ക് അലിയുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ജാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടാൽ മനസ്സിലാവും ജാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ പേരയ്ക്ക വെച്ചിട്ടുള്ള ജാം ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമാണ്. ഇതിന് ചെറിയൊരു മധുരവും പുളിപ്പും ഉണ്ട്. മാത്രമല്ല നമ്മളത് കഴിക്കുന്ന ചെറിയൊരു തരിതരിപ്പ്, അതായത് നമ്മുടെ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പ് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ജാമാണ്. മാത്രമല്ല തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ജാം റെസിപ്പിയാണ്. നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുണ്ടായ പേരയ്ക്ക വെച്ച് തന്നെയാണ് ഈ ജാം ഉണ്ടാക്കിയത്. അപ്പോൾ 100% ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ജാം റെസിപ്പിയാണ്. ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ബ്രെഡിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ജാം നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് പരട്ടി നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ബ്രെഡിൽ പരട്ടാനായിട്ട് പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വൺസ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് 100% ഗ്യാരണ്ടിയാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ മധുരം നമ്മൾ നോക്കി ചേർക്കണം. ഒത്തിരി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മധുരം ചേർക്കണം. അതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കും ഇതിൽ മധുരത്തിൻ്റെ അളവ് കൂടുതലും കുറവൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ജാം റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ,
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും വിട്ടു പോകരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.